നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെ കരുതലോടെ സമീപിക്കാൻ CPM ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് MM വർഗീസിന് ED നോട്ടീസ് നൽകിയത്. എന്നാൽ സമൻസ് കിട്ടിയിട്ടില്ല എന്നാണ് വർഗീസിന്റെ നിലപാട്. പാർട്ടിയുമായി ആലോചിച്ച് ഹാജരാകുന്നതിൽ തീരുമാനം എടുക്കുമെന്നും വർഗീസ് പറഞ്ഞു. അതിന്റെ ബുധനാഴ്ച ഹാജരാകേണ്ടിയിരുന്നില്ല എന്ന നിർദ്ദേശം വർഗീസിന് CPM നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടി EDക്ക് അവധി അപേക്ഷ നൽകും. പരമാവധി ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടു പോകാനും ശ്രമിക്കുകയാണ്. വോട്ടെടുപ്പ് കഴിയും വരെ കരുവന്നൂരിൽ ആരും അറസ്റ്റിലാകരുത് എന്നാണ് ഇപ്പോൾ CPM ശ്രമിക്കുന്നത്. EDയുടെ ആരോപണങ്ങളെല്ലാം CPM നിഷേധിക്കും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും ചോദ്യം ചെയ്യുന്നത് ED പരിഗണനയിൽ എടുത്തിട്ടുണ്ട്. ബാങ്ക് തട്ടിപ്പിൽ CPMന് പങ്കുണ്ടെന്നാണ് ED വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിലും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ച് ED കത്ത് നൽകിയിരുന്നു. ചട്ടങ്ങൾ ലംഘിച്ച് ബാങ്കിൽ പാർട്ടി അക്കൗണ്ടുകൾ തുറന്നതെന്നാണ് EDയുടെ കണ്ടെത്തൽ. തൃശൂരിൽ 17 ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഏകദേശം 25ലേറെ രഹസ്യ അക്കൗണ്ടുകൾ കണ്ടെത്തുകയും കഴിഞ്ഞ 10 വർഷത്തിനിടെ 100 കോടികൾക്ക് മുകളിലുള്ള ഇടപാടുകൾ ഇവയിലൂടെ നടന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഗുരുതര ആരോപണങ്ങളാണ് എന്ന് ED ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കാലത്തെ ചോദ്യം ചെയ്യൽ വിനയാകുമെന്ന് CPM കരുതുന്നു. കരുവന്നൂർ ബാങ്കിൽ 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന ആരോപണം ഉണ്ട്. ഡിസംബർ 2 ചോദ്യം ചെയ്യലിൽ വർഗീസ് തന്നെ ഇത് തള്ളിയിരുന്നു. വർഗീസിനെ 6ാം തവണയാണ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. 4 തവണ വർഗീസ് ഹാജരായി. അന്ന് ഈ ആരോപണങ്ങളെല്ലാം വർഗീസ് നിഷേധിച്ചിരുന്നു. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPMന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നും വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും കൈമാറിയെന്നും ED കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു. തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള CPMന്റെ 25 അക്കൗണ്ടുകളുടെ വിവരങ്ങൾ വാർഷിക ഓഡിറ്റ് സെറ്റിൽമെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നും കമ്മീഷന് കൈമാറിയ കത്തിൽ പറയുന്നു. വിവരങ്ങൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും കൈമാറിയിട്ടുണ്ട്. നിയമവിരുദ്ധമായാണ് ഈ അക്കൗണ്ടുകൾ ആരംഭിച്ചത് എന്നാണ് ആരോപണം. വിഷയത്തിൽ RBI അന്വേഷണം ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള സഹകരണ സംഘം നിയമവും ചട്ടവും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സംഘത്തിൽ അംഗത്വം എടുക്കണം. എന്നാൽ CPM കരുവന്നൂർ ബാങ്കിൽ അംഗത്വം എടുത്തിട്ടില്ല എന്നാണ് EDയുടെ കണ്ടെത്തൽ.